ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചൂലും കാട്ടൻ വാരിയെല്ലാം എടുത്തിട്ട് വരുന്നതാണെന്നോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ച് മുൻപേ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നേ. എനിക്ക് തോന്നുന്നു വിഷു കഴിഞ്ഞ് എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടോ മറ്റോ എടുത്ത് വെച്ച വീഡിയോ ആണ്. കുറച്ച് എന്താ പറയുക, കുക്കിംഗ് വീഡിയോസൊക്കെ പെൻഡിങ്ങിലുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം മഴ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് എഡിറ്റ് ചെയ്തിടേണ്ട മറ്റേ തണുത്ത ഡ്രിങ്ക്സൊക്കെ ആയിരുന്നു അന്ന് ഞാൻ ഇട്ടത്. നല്ല മഴയുള്ള സമയത്ത് ഈ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന ഈവനിങ് നമ്മളെ ടെറസ് ഉണ്ടാവില്ലേ, ടെറസിൽ മൊത്തം ഈ തെങ്ങിൻ്റെ മുകളിലുള്ള ഓലയും മറ്റേ പൂന്തെന്ന് പറയുക, പൂങ്കുല അതില്ലേ, വേസ്റ്റ് മൊത്തം ഞങ്ങൾ ടെറസിലാണ് വീഴുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഴ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നനഞ്ഞ് ഹോൾസ്, വെള്ളം പോകുന്ന ഹോൾസ് മൊത്തം അടയും. അതുകൊണ്ട് ഈ പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം ചെയ്തത്. ഇന്ന് വൈകുന്നേരമല്ല, അന്ന് വൈകുന്നേരം ചെയ്തത്. കുറേ ദിവസമായി അമ്മ ഇത് ചെയ്യാൻ പറയുന്നു. ഞാൻ മടി കാരണം, പിന്നെ വെയിലും ചൂടും ഒക്കെയല്ലേ. അപ്പോൾ എനിക്കൊരു മൂഡ് വന്നപ്പോൾ ഞാൻ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയതാണ്. കാലാണെങ്കിൽ നല്ലോണം പൊള്ളുന്നുണ്ട്. ടെറസിൽ നല്ല ചൂടല്ലേ. ഒരു മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ആക്കാൻ പറ്റും അവിടെ പൊട്ടിച്ചിട്ടാൽ. വൈകുന്നേരമാണ്, എന്നാലും നല്ല ചൂടാണ് വാർപ്പിന്. അപ്പോൾ ഈ വേഗം ഈ പരിപാടി നടത്തിയിട്ട് വേണം എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഞാനും അമ്മയും മോളും കൂടി പുറത്ത് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ അന്നൊരു അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ല, അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഉത്സവത്തിൻ്റെ വീഡിയോയും കൂടി അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം 7 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മോള് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ കാർട്ടൂൺ വെച്ചിട്ട് ഡോർ അടച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവളാണെങ്കിൽ ഇടക്കിടക്ക് ഞാൻ എവിടെയോ പോയി കളയെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുന്നുണ്ട്. വാതിൽ കുറ്റിയിടാൻ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ കാർട്ടൂണിൻ്റെ സൗണ്ട് ഇതിൻ്റെ അകത്ത് വരും. ഒന്നിക്കൽ കാക്ക അല്ലെങ്കിൽ കാർട്ടൂൺ, ഏതെങ്കിലും ഒന്ന് എൻ്റെ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓൾസ് അടഞ്ഞ് കിടക്കുകയായിരുന്നേ. അപ്പോൾ ചൂലുകൊണ്ട് തന്നെ കുത്തിയിട്ട് നോക്കിയതാണ് ആ ബ്ലോക്ക് അങ്ങ് നീക്കാൻ പറ്റുമെന്ന്. പക്ഷേ പോകുന്നില്ല. വേറൊരു വടി എടുത്തിട്ട് അങ്ങനെ കുത്തേണ്ടി വരും. പിന്നെ എല്ലാവരും എന്ത് പറയുന്നു? മഴക്കാലം തുടങ്ങാറായി. ചൂടൊക്കെ മഴയുണ്ടോ നിങ്ങളെ അവിടെയൊക്കെ? ഞങ്ങളെ ഇവിടെ ഇന്നലെ ചെറിയ മഴയും ഇന്നും രാവിലെ ചെറിയൊരു മഴയുണ്ട്. ചെറിയൊരു തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ തുടങ്ങിയാൽ അയ്യോ മഴ എന്ന് പറയും, വെയിലാണെങ്കിൽ വെയിൽ പറയും. പിന്നെ ആരല്ലോ ഇന്ന് ലൈവിൽ പോയപ്പോഴൊക്കെ പറഞ്ഞു മഴയാണെന്ന്. ചൂടിനൊരു ചെറിയൊരു ആശ്വാസം വരുമല്ലേ മഴയുണ്ടെങ്കിൽ. പിന്നെ വേറെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ എന്ന് കമൻറ്റ് ചെയ്യൂ. കുറേ കാലമല്ലോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കുറേ കുക്കിംഗ് വീഡിയോ അല്ലേ ഞാൻ ഇട്ടത്. കുക്കിങ്ങും ഡേ ഇൻ മൈ ലൈഫാണ് കണ്ടൻറ്റ് എന്ന് പറയുമെങ്കിലും, ഡെയിലി എന്താ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്താ ഇടുക എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനും കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. മറ്റേതാകുമ്പോൾ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങ് കാണിച്ചാൽ മതി. ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയല്ലല്ലോ. പോകുന്ന സ്ഥലത്ത് മൊത്തം ഈ ട്രൈപ്പോഡ് എടുത്തിട്ട് പോകണ്ടേ. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന വ്യൂസ് കാണുമ്പോൾ ഉള്ളതിൽ സങ്കടമാവും. അതിനെക്കാട്ടും നല്ലത് കഷ്ടപ്പെടാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ നല്ലോണം കഷ്ടപ്പാടുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും. അതെൻ്റെ ട്രൈപ്പോഡ് വീണതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാറ്റത്തെ ട്രൈപ്പോഡ് ഒന്ന് താഴെ പോയതാണ്. ഫോണിനൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ട്രൈപ്പോഡ് എൻ്റെ മോൾ ഇതിനെക്കാട്ടും മുമ്പിട്ട് ഇങ്ങനെ വന്ന് ഇളക്കിയിട്ട് ഒരു കാല് എന്താ പറയുക, ഇങ്ങനെ വെക്കുന്ന ഒരു ഭാഗം പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് കാറ്റത്ത് അതങ്ങ് പൊട്ടി, മര്യാദയ്ക്ക് നിൽക്കില്ല. ഇതിപ്പോൾ ഇനി മരം കയറുന്ന പോലെ കയറുന്നത്. ഒരു കസേര എടുത്ത് വെച്ച് കയറേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ എനിക്കത് വയ്യ താഴെ പോയിട്ട് കസേര എടുത്ത് വെക്കാൻ. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസ് എന്ന് പറഞ്ഞതുപോലെ
ഞാനെങ്ങനെയോ അതിൻ്റെ മുകളിൽ അട്ടത്തിൻ്റെ മുകളിലും കൂടി കയറിയിട്ടുണ്ട്. വീഴാത്തത് നന്നായി. അപ്പം ഞാനിപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കിണറാണ്. എൻ്റെ വലിയ കളി കൊണ്ടെങ്ങാനും അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തട്ടിപ്പോവും. പിന്നെ അപ്പുറത്തെ സൈഡില്ലേ ഞാൻ അടിച്ചു വരാത്ത ഭാഗം, അത് ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തതാണ്, അത് അങ്ങോട്ട് പോവാത്തതേ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ശരിക്കും വീണിട്ടുണ്ടെങ്കിൽ കൈയും കാലും ഒടിഞ്ഞ് കിടക്കലേ ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ തട്ടിപ്പോവുകയും ചെയ്യും. അല്ലാണ്ട് എന്ത് പറയാൻ. അപ്പോൾ വേഗം ഇവിടെയും കൂടി അടിച്ചു വാരിയിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറേ കാലമായിരുന്നു, കുറച്ച് ദിവസമായി വിചാരിക്കുന്നു താളിയൊക്കെ ഇട്ടിട്ട് കുളിക്കണമെന്ന്. ഭയങ്കര ചൂടല്ലേ. മുടിയാണെങ്കിൽ തലയിലുള്ളതിനെക്കാട്ടും കൂടുതൽ നിലത്തോട്ടാണ് പോകുന്നത്, തലയിൽ നിൽക്കുന്നില്ല. മുടിക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പം അടുത്ത് തന്നെ ഞാൻ മുഴുവനും മുട്ടയാവുമെന്നാണ് തോന്നുന്നത്. അമ്മാതിരി മുടി കൊഴിച്ചലാണ്. അപ്പോൾ ഒന്ന് കേശ സംരക്ഷണം ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. ദൈവം ഇനിയും വരുന്നു. തുള്ളിക്കിടക്കാൻ എനിക്ക് പണ്ട് മരത്തിലെല്ലാം കയറിയത് ഓർമ്മ വരുന്നത്. എന്തായാലും വീണിട്ടൊന്നുമില്ല, നന്നായി സേഫായിട്ട് ലാൻഡ് ചെയ്തിന് താഴോട്ട്. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയാണ്. സബാഷ്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പാ വിരിച്ച് കിടന്നാൽ മാത്രം മതി, അങ്ങനെ പറയണം നിങ്ങൾ. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ പണി കുളിക്കലാണ്. അപ്പം വേഗം പോയിട്ട് താളി പറിക്കണം. ചെമ്പരത്തി താളി അതാണ് തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പാമ്പിൻ്റെ ശല്യമെല്ലാം ഉള്ളതുകൊണ്ട് ചെമ്പരത്തിൻ്റെ ചെടി കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കാട് പോലെ ഉണ്ടായിരുന്നേ, അത് കുറേ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കാണെങ്കിൽ അത്രയല്ലേ മുടിയുള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് അതിൻ്റെ ഇല പറിക്കുകയാണ്. ഇലയല്ല, നമുക്ക് ചപ്പ്, തലശ്ശേരി ഭാഷ ചപ്പ് എന്നാണ്. ഞാൻ കുറച്ച് മോഡേൺ ആക്കിയിട്ട് അതിനെ ഇല എന്ന് പറയുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു മിക്സിയിലിട്ട് അരച്ചെടുക്കാമെന്ന്, വേഗം എളുപ്പപ്പണി. പിന്നെ വിചാരിച്ചു വേണ്ട, അലക്ക് കല്ലുമ്പിൽ പോയിട്ട് അലക്കിയെടുക്കാമെന്ന്. അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ചപ്പ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കറ്റാറ് വാഴ ഒരു തണ്ട് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കേശ സംരക്ഷണമാണല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു തണ്ടും കൂടി എടുത്തിട്ട് അതും കൂടി താളിയാക്കുമ്പോൾ ഒരുമിച്ച് ഉരച്ചിട്ട് തേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഈ താളിയൊക്കെ തേക്കുമ്പോൾ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പെട്ടെന്ന് എന്താ പറയുക, ജലദോഷം വരും, തുമ്മലായിരിക്കും. അതാണ് ഇപ്പോൾ തലയിലൊന്നും തേക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മുടിയൊന്നുമില്ല ഇപ്പോൾ. അല്ലെങ്കിൽ കുറച്ച് നോക്കിയാൽ പുഷ്ടിപ്പെടുമായിരുന്നു മുടിയൊക്കെ. അപ്പോൾ വേഗം പോയിട്ട് അലക്ക് കല്ലിൽ തന്നെ വേഗം താളി ഉരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, എനിക്ക് ഇങ്ങനെ സ്പീഡിലിട്ട് ഓടിച്ച് കളിക്കുന്നതാണ് ഭയങ്കര രസമായി. എന്താ രസം, ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഞാൻ എൻ്റെ അധിക ഡേ ഇൻ മൈ ലൈഫിലും ഇതേപോലെ സ്പീഡ് കൂട്ടിയിട്ട് എഡിറ്റിങ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാൻ, എന്തോ പ്രാന്ത്. അപ്പോൾ താളിയാക്കലെല്ലാം വേഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം അലക്കലും കൂടി കഴുകിയിട്ട് വേഗം പോയി കുളിച്ച് വരാം. അതിനു മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യ്. ഞാൻ കണ്ണൂർ തലശ്ശേരിക്കാരത്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ കിണറും ബാത്റൂമും ഇങ്ങനെ അടുത്തടുത്താണ് ഉണ്ടാകുക. ഞാനൊരു വീഡിയോയിൽ കണ്ടു, എത്രയോ മില്യൺ വ്യൂസൊക്കെ വന്നിരുന്നു. അവർക്കിങ്ങനെ കിണറും ബാത്റൂമും അടുത്തുള്ളത് എന്തോ അത്ഭുതമായിരുന്നു. നമ്മൾ കണ്ണൂരും കോഴിക്കോടൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിണറും ബാത്റൂമും അടുത്തുള്ളത്. പുറത്തൊക്കെ കുറച്ച് ട്രിവാൻഡ്രം അങ്ങോട്ടൊക്കെ കിണർ വേറെ തന്നെ മുൻപിലായിരിക്കും തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളെ സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെയാണ്, അതൊന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. കണ്ടോ, ആ സൈഡിലാണ് കിണർ. ഇവിടെ ഒരു ഡോറൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളം വലിച്ചെടുക്കാം. പുറത്ത് പോകണ്ട, വീടിന് പുറത്തേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് വരട്ടെ, ബാക്കി പിന്നെ കാണിച്ചു തരാം. കിണറിൻ്റെ ആഴമൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോണ് ട്രൈപോഡ് ശരിയില്ലാത്തതുകൊണ്ടാണ് കിണറൊന്നും കാണിക്കാത്തത്. എങ്ങാനും എൻ്റെ ഫോണ് താഴെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറി, മോളെയും ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷുവിനെക്കാട്ടും വിഷു കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ്. അവിടെ കണിക്കൊന്ന് നമ്മൾ കണി വെക്കുന്ന സമയത്തുള്ള കണിക്കൊന്ന് അവിടെ മുകളിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കെട്ടി തൂക്കും.
അതാണിപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അമ്മ വേഗം ഡോറൊക്കെ അടച്ചിട്ട് ഞാൻ അന്ന് കാണിച്ചു തന്ന ക്ഷേത്രമില്ലേ, ഇതിപ്പോൾ തലശ്ശേരിക്കാർ കാണുന്നുണ്ടെങ്കിൽ തിരുവങ്ങാട്ട് അമ്പലത്തിലാണ് ഞാൻ പോയത്. തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രത്തിലാണ് ഞാൻ പോയത്. തിരക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് അത്ര തിരക്കില്ലായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിലെ ആൽമരാണ് ഞാനിപ്പോൾ കാണിച്ചത്. തിരക്ക് പൊതുവേ അന്ന് കുറവായിരുന്നു. കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ പോയത്. വരുമ്പോൾ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനും അമ്മയും മോളും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വരിക ചെയ്ത. പിന്നെ ഇവിടെ അധികം മറ്റേ ചന്തകളൊന്നും അങ്ങനെയില്ല. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവം ഉണ്ടാവും, പിന്നെ ഓട്ടം തുള്ളൽ അങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷേ ഓട്ടം തുള്ളലെല്ലാം ഒരു 4 മണി 5 മണി ആ സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ഓട്ടം തുള്ളലെല്ലാം ഉണ്ടാവുന്നത്. അപ്പം മോക്കൊന്ന് കുറച്ച് സമയം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയത്. ആനേനെല്ലാം കുറച്ച് സമയം കാണിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ 5 ആനയോ മറ്റോ ഉണ്ടായിരുന്നു അന്ന്. ഉത്സവമൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം, ആനേനെല്ലാം കാണുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഉത്സവത്തിൻ്റെ ചണ്ടേൻ്റെ വാദ്യമേളത്തിൻ്റെ സൗണ്ട് മാത്രമാണ് ഇതിൽ വെക്കുന്നത്. പിന്നെ അവിടുന്ന് മോൾക്ക് നമ്മൾ ചോളപ്പൊരിയില്ലേ അത് വാങ്ങിക്കൊടുത്തിരുന്നു. അത് ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല, കയ്യിൽ പിടിച്ച് നടക്കുന്ന നോക്ക്. ഇവർക്ക് ഉത്സവപ്പറമ്പിൽ പോയാൽ പിന്നെ അമ്മയും വേണ്ട അമ്മമ്മയും വേണ്ട ആരും വേണ്ട, ഒറ്റയ്ക്ക് എവിടെയോ നടന്നു പോവുക. പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടി അങ്ങ് പോയി കളയും. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ മറ്റേ ലൈറ്റും ആനേനെയൊക്കെ കണ്ടിട്ട് ആൾ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ എന്നെയും കൂടി ഒന്ന് നല്ലോണം വൃത്തിക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് സെൽഫി മോഡലാക്കിയിട്ട് വീഡിയോ എടുത്തതാണേ. പിന്നെ അവിടുത്തെ കുളമൊക്കെ ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അത് ഇവിടെ LED ബൾബ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. വരുന്നവരും പോകുന്നവരൊക്കെ ഫുൾ ഇവിടെ വെച്ച് വീഡിയോ എടുക്കുന്നു. കുറേ പേര് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി, എന്താ പറയുക, രാത്രി കാണാൻ അത്രയും ഭംഗിയായിരുന്നു കുളം കാണാൻ. പിന്നെ ഈ ഒരു ഭാഗം എത്തുമ്പം തന്നെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇതിൻ്റെ അപ്പുറം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ഉത്സവവും എൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.